എൻ്റെ പേര് സുബിൻ. ഞാൻ സെൻറ് തോമസ് ITI കാഞ്ഞിരപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തെക്കുറിച്ചാണ്. ട്രാൻസ്ഫോമർ നമ്മൾ വിവിധ തരം ട്രാൻസ്ഫോമറുകളെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമറുകളുടെ പുറം ഭാഗം മാത്രമാണ് നമ്മൾ നിത്യവും കാണുകയും പല ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവില്ല സാധാരണ ആളുകൾക്ക്. എന്നാൽ ഒരു ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൻ്റെ പുറവും ഉള്ളും അതിലുള്ള എല്ലാ പാർട്സുകളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന വിവിധ മേഖലകളിൽ വലുതും ചെറുതുമായ ഒട്ടനവധി ട്രാൻസ്ഫോമറുകളെ നമ്മൾ പരിചയപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരികയും അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സർവീസ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത് വിവിധതരം ട്രാൻസ്ഫോമറുകൾ. എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ കൊണ്ട് ഇലക്ട്രിക്കൽ മേഖലയിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മെഷീനറികളിലാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ മെയിൻ്റനൻസ് പ്രിക്കോഷൻസ് ആണ് നമ്മൾ അതിൽ എടുക്കേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് കൂടുതലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഇക്വേഷനുകൾ, അതിൻ്റെ ഏറ്റവും സുപ്രധാന ഘടകങ്ങളായ പാർട്സുകൾ, അവയുടെ ധർമ്മങ്ങൾ, അവ ട്രാൻസ്ഫോമറിന് നൽകുന്ന സേവനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോമറിനെ പറയുന്നത് ഏറ്റവും തുടക്കം അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ബേസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക, ട്രാൻസ്ഫോമർ എന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതായത് നമ്മൾ മോട്ടറുകളെയും ജനറേറ്ററുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിലൊക്കെ ചലിക്കുന്ന പാർട്ടുകളുണ്ട്. പക്ഷേ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫോമറിന് ചലിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടുമില്ല. കറങ്ങുന്നതോ ഇളകുന്നതോ ചലിക്കുന്നതായ ഒരു പാർട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിനെ നമ്മൾ വളരെ വ്യക്തമായി നിർവചിക്കാവുന്നത് ട്രാൻസ്ഫോമർ എന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതായത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ധർമ്മം എന്നത് വോൾട്ടേജിനെ കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും സഹായിക്കുന്നു എന്നതുകൂടിയാണ്. അത് ഫ്രീക്വൻസിയിൽ മാറ്റമില്ലാതെ, അതായത് നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിയിൽ മാറ്റമില്ലാതെ നമുക്ക് ഇൻപുട്ടായി കൊടുക്കുന്ന വോൾട്ടേജിനെ കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ടും ഒരു ബേസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ടുള്ള ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ചിത്രമാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു രൂപം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത്. അതായത് ഒരു ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ടും ഏറ്റവും സുപ്രധാനമായിട്ട് രണ്ട് പാർട്സുകളാണുള്ളത്. ഒന്ന് കോറും ഒന്ന് വൈൻഡിങ്ങും. നമുക്ക് രണ്ട് പാർട്സുകളാണ് നിലവിലുള്ളത്. ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ കോറ്, രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്. അപ്പോൾ ഈ രണ്ട് പാർട്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫോമറിനെ നിർമ്മിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒരു ബേസ് ആയിട്ടുള്ള ഒരു നോർമൽ ട്രാൻസ്ഫോമറിനെ, വളരെ ചെറിയൊരു ട്രാൻസ്ഫോമറിനെ പോലും നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിന് അതിൻ്റെ ട്രാൻസ്ഫോമർ കോറ് വേണം. ഒപ്പം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് അനിവാര്യമാണ്. നമ്മുടെ ഈ ട്രാൻസ്ഫോമർ കോറ് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോറ് നിർമ്മിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമർ കോറിൻ്റെ നിർമ്മാണം പോലെ തന്നെ ട്രാൻസ്ഫോമർ വൈൻഡിങ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ വയറുകൾ ഉപയോഗിച്ചാണ്. സാധാരണഗതിയിൽ കോപ്പർ വയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വാർണിഷ് ചെയ്തുകൊണ്ട്
കണക്ട് ചെയ്തിട്ടുള്ള കോപ്പർ വയറുകളെ ചുറ്റിയാണ് വൈൻഡിങ് നിർമ്മിക്കുക. അപ്പോൾ ഈ രണ്ട് പാർട്സുകൾ, അതായത് സിലിക്കൺ സ്റ്റീല് കൊണ്ടുണ്ടാക്കിയ കോറും കോപ്പർ കൊണ്ടുണ്ടാക്കിയ വൈൻഡിങ്ങും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബേസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കാം. എന്തിനാണ് സിലിക്കൺ സ്റ്റീല് തന്നെ ഈ കോറായിട്ട് ഉപയോഗിക്കുന്നത് എന്നത് ഇനി വരുന്ന ഭാഗത്ത് എന്തുകൊണ്ട് ഈ കോപ്പർ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീലിനെ തന്നെ നമ്മൾ ഈ കോറ് നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ രൂപം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇതാ ഇവിടെ കാണുന്നത് പോലെ രണ്ട് വൈൻഡിങ്, ഇത് കോറ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം, ഇങ്ങനെ ഒരു വൈൻഡിങ് ഉണ്ടാവും, ഇപ്പുറത്ത് ഒരു വൈൻഡിങ് ഉണ്ടാവും. ഇത് അതിൻ്റെ കോറ്. അപ്പോൾ ഇതിൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഒരു വൈൻഡിങ്, രണ്ട് ഭാഗത്തും വൈൻഡിങ് ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. രണ്ട് വൈൻഡിങ്ങുകളാണുള്ളത്. ഒന്ന് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം, രണ്ട് ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗം. അതിന് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്തെ നമുക്ക് പ്രൈമറി വൈൻഡിങ് എന്ന് പറയാം. ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗത്തെ നമുക്ക് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയാം. ഇപ്പോൾ രണ്ട് വൈൻഡിങ്ങുകളാണുള്ളത്. ഒന്ന് പ്രൈമറി വൈൻഡിങ്ങും രണ്ടാമത്തത് സെക്കൻഡറി വൈൻഡിങ്ങും. ഒന്നിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിനും ഒന്നിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നതിനും സഹായിക്കുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കാൻ സഹായിക്കുന്ന രണ്ട് വൈൻഡിങ്ങുകൾ ഉണ്ടാവും ഒരു ട്രാൻസ്ഫോമറിന്. ഇത് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ആയിരിക്കും. ഇനി ഒരു ട്രാൻസ്ഫോമർ എങ്ങനെയാണ് നമ്മുടെ വോൾട്ടേജിനെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഒരു ട്രാൻസ്ഫോമർ എന്നത് അതിനെ നമ്മുടെ ട്രാൻസ്ഫോമറിന് അതിനെ ഒരു വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രിൻസിപ്പിൾ ആവശ്യമാണ്. ഒരു വർക്കിംഗ് നിയമം ഉണ്ട്. ആ വർക്കിംഗ് നിയമം ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്ഫോമറിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് നിയമം എന്നത് ഇൻഡക്ഷൻ നിയമത്തിലെ, നമ്മൾ മുൻ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റിസം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഇൻഡക്ഷൻ നിയമത്തെ രണ്ടായി തരംതിരിച്ചിരുന്നു. ഒന്ന് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും. രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ഇൻഡക്ഷനെ രണ്ടായി തരംതിരിച്ചിരുന്നു, മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും. അതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫാരഡയുടെ തത്വപ്രകാരമാണ്. ഫാരഡെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ് ഈ പറഞ്ഞ ഇൻഡക്ഷൻ നിയമം. ആ ഇൻഡക്ഷൻ നിയമത്തിന്റെ പിൻബലത്തിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ നിയമത്തിന്റെ പിൻബലത്തിലാണ് നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോമറിന്റെ തത്വം, അത് വർക്ക് ചെയ്യുന്ന തത്വം എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇപ്രകാരമാണ് പ്രതിപാദിക്കുന്നത്. അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകൾ, നമ്മൾ നേരത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകൾ, ആ രണ്ട് കോയിലുകളിൽ ഒന്നിലേക്ക് നമ്മൾ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, ഏത് കൊടുക്കണം? AC കൊടുക്കണം. ഇലക്ട്രിക് സപ്ലൈ, AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇൻഡക്ഷൻ നിയമത്തിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ കൃത്യമായി പറയുന്നത്. രണ്ട് കോയിലുകൾ അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകളിൽ ഒന്നാമത്തെ കോയിലിലേക്ക് AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഉണ്ടാകും. ഇവ തമ്മിൽ ഇലക്ട്രിക്കലി യാതൊരു ബന്ധവുമില്ല. ഈ കോയിലുകളെ തമ്മിൽ ഇലക്ട്രിക്കലി യാതൊരു ബന്ധവുമില്ല. മാഗ്നറ്റിക്കലി തമ്മിൽ ബന്ധമുണ്ട് താനും. കാരണം ഈ കോറ് ഉപയോഗിക്കപ്പെടുന്നത് ഇൻസുലേറ്റ് ചെയ്ത കോയിലുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രിക്കലി യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. രണ്ടും രണ്ട് സ്ഥലത്തിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന വൈൻഡിങ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ്, വാർണിഷ്ഡ് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ മാഗ്നറ്റിക്കലി ബന്ധം ഉണ്ടാകും. കാരണം മാഗ്നറ്റിന് സഞ്ചാരപാത ഉണ്ടല്ലോ. ആ സഞ്ചാരപാതയ്ക്ക് വേഗം കൂട്ടാൻ ഈ സിലിക്കൺ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്റ്റീലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകളിൽ ഒന്നാമത്തെ കോയിലിലേക്ക് സപ്ലൈ കൊടുത്താൽ രണ്ടാമത്തെ കോയിലിൽ ഒരു
EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വപ്രകാരമാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് തത്വം ഫാരഡെയുടെ ഇൻഡക്ഷൻ നിയമമാണ്. ആ ഇൻഡക്ഷൻ നിയമത്തിലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന നിയമമാണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗിക്കപ്പെടുന്നില്ലേ? ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗിക്കപ്പെടുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പ്രത്യേകതരം സിംഗിൾ കോഡ് ട്രാൻസ്ഫോമറുകളിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് പാഠം കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ, ഈ അധ്യായം കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ബേസായിട്ട് പറഞ്ഞു വെക്കുകയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വപ്രകാരമാണ്. അപ്പോൾ നോർമൽ ഒരു ട്രാൻസ്ഫോമർ പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരവും ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് സെൽഫ് ഇൻഡക്ഷൻ പ്രകാരമാണ്. ഫാരഡെയുടെ ഇൻഡക്ഷൻ നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ലൊരു കണ്ടുപിടുത്തമായിരുന്നു ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ കണ്ടുപിടുത്തം മൂലമാണ് നേരത്തെ പറഞ്ഞതുപോലെ വ്യാവസായികവും അതുപോലെ തന്നെ നമ്മുടെ വാഹന രംഗത്തെ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടത്തിനും, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ വീട്ടുപകരണങ്ങളിലെ മറ്റ് ഉപകരണങ്ങൾക്കും എല്ലാം ട്രാൻസ്ഫോമർ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു വലിപ്പം, ആ കണ്ടുപിടുത്തം ഉണ്ടാക്കിയ ലോകത്ത് ഈ മേഖലകളിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ഫോമറുകളുടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വൈൻഡിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. കോറിൽ ചുറ്റപ്പെട്ട കോപ്പർ കമ്പികളാണ്. അപ്പോൾ കോറ് നിർമ്മിക്കുന്നതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കോറ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഈ സിലിക്കൺ സ്റ്റീലിനെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, ഈ ഷേപ്പിൽ കാണുന്നത് പോലെ EIL എന്നീ അക്ഷരങ്ങളുടെ ഷേപ്പുകളിലാണ് നിർമ്മിച്ചെടുക്കുക. അതിനുശേഷം ഇവയെ നമ്മൾ ഈ ചിത്രത്തിലേതുപോലെ, ഈ മുകളിലെ ചിത്രത്തിലേതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുക. അത് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട്, ഹോള് ഡ്രില്ല് ചെയ്ത് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ മുറുക്കി ആണ് സെറ്റ് ചെയ്യുക. ഇത് വെറുതെ ഈ ഷേപ്പുകൾ ഉണ്ടാക്കുക മാത്രമല്ല, നമ്മുടെ സാധാരണ 2-3 പേപ്പറുകൾ കൂട്ടി യോജിപ്പിച്ച കനത്തിൽ ആദ്യം ഈ ഷീറ്റിനെ, ഈ പറഞ്ഞ സിലിക്കൺ പീസിനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ വാർണിഷ് ഉപയോഗിച്ചുകൊണ്ട് 1, 2, 3 പ്രാവശ്യം വാർണിഷിൽ മുക്കി ഉണക്കി, വീണ്ടും മുക്കി ഉണക്കി അതിനെ ഒരു ഇൻസുലേഷൻ പുറമേ കൊടുക്കും. അതിനുശേഷം ഇവയെല്ലാം കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഈ ഷേപ്പിലായ കോറിനെ, ഈ EIL ഷേപ്പുകളിൽ പീസാക്കിയെടുത്ത ഈ കോറുകളെ നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്ത ഹോളിലേക്ക് മുറുക്കിയാണ് നമ്മൾ കോറ് നിർമ്മിക്കുക. ഈ കോറ് ഇപ്രകാരം നിർമ്മിക്കാൻ കാരണം ബേസായിട്ട് പറഞ്ഞു വെക്കുന്നത് എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. എഡ്ഡി കറണ്ട് ലോസ് ട്രാൻസ്ഫോമറിലെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. എഡ്ഡി കറണ്ട് ലോസിനെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു ലോസാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു രീതി ഈ കോർ നിർമ്മാണത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ട്രാൻസ്ഫോമറുകളുടെ അഡ്വാൻറ്റേജ്: ദ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് മെഷീനറി ആൻഡ് ദെയർ ഈസ് നോ വെയർ ആൻഡ് ടിയർ ഓഫ് ഇറ്റ് ആൻഡ് നോ ഫ്രിക്ഷണൽ ലോസസ്. ഇതിന് ചലനമോ കറക്കമോ അങ്ങനെയുള്ളത് ഒന്നുമില്ലാത്തതുകൊണ്ട്, നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു ഇതിന് ചലിക്കുന്ന ഭാഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു, സ്റ്റാറ്റിക് മെഷീനാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഫ്രിക്ഷണൽ ലോസ്, അതായത് ഉരയൽ മൂലമോ കറങ്ങുന്നതിലൂടെയുള്ള ഉരയൽ മൂലമോ ഒക്കെയുള്ള ഫ്രിക്ഷണൽ ലോസ് അത് ഇല്ല. ഫ്രിക്ഷണൽ ലോസ് ഇല്ലാത്ത ഒരു മെഷീനറിയാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് നോ അറ്റൻഷൻ ഓർ ലിറ്റിൽ അറ്റൻഷൻ ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ, സോ ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ. രണ്ടാമത്തെ പറയുന്നത് നോ അറ്റൻഷൻ ഓർ ലിറ്റിൽ അറ്റൻഷൻ ഈസ് റിക്വയർഡ് ഫോർ
ഇറ്റ്സ് ഓപ്പറേഷൻ സോ ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ. അതായത് നമുക്ക് ഇതിനെ മറ്റ് മെഷീനറികളെ പോലെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കേണ്ടതില്ല. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതൊന്നുമില്ല. മറ്റ് മെഷീൻസ് ഒക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇതിനെ നമ്മൾ അത്രത്തോളം വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. കാരണം ഇതിന് ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇതിനെ മെയിൻ്റനൻസ് ആവുന്നത് തന്നെ വളരെ കാലത്തിന് ശേഷമാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരിക. ഇനി അങ്ങനെ ചെയ്യേണ്ടത് വരുമ്പോൾ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നത് വളരെ കുറവായ ഒരു ഇതാണ്. ഇനി അവർ പറയുന്ന ആസ് ദർ ഈസ് നോ റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻ ഇറ്റ്, an extra high voltage or high voltage can be transformed easily by providing a good insulation to its winding. അതായത് നമുക്ക് വലിയ രീതിയിലുള്ള വോൾട്ടേജുകളെ കൈകാര്യം ചെയ്യുന്നതിനും ഇതിന് ചലിക്കുന്ന പാർട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്ന വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഇതിന് ചലിക്കുന്ന പാർട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ടാവുന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ഒരു ശ്രദ്ധ ഈ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ മതിയാവും. അതുപോലെ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫ്രിക്ഷണൽ ലോസ്. അതായത് കറങ്ങുന്നത് മൂലമോ ചലിക്കുന്നത് മൂലമോ ഉരയുന്നത് കൊണ്ടുള്ള ഫ്രിക്ഷണൽ ലോസ് ഇതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കം എന്നുള്ള പറഞ്ഞു വെക്കുന്നത്. ട്രാൻസ്ഫോമർ എന്നത് ഒന്നുകൂടി ഈ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി കൃത്യമായി പറയുകയാണ്. ട്രാൻസ്ഫോമർ എന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്. ഫാരഡെയുടെ ഇൻഡക്ഷൻ നിയമത്തിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ് നമ്മുടെ നോർമൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. സെൽഫ് ഇൻഡക്ഷൻ വഴിയാണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ നിയമത്തിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നത് അടുത്തടുത്തിരിക്കുന്ന 2 കോയിലുകൾ അതിൽ ഒന്നാമത്തെ കോയിലിലേക്ക്, അതായത് നമ്മുടെ പ്രൈമറി കോയിലിലേക്ക് സപ്ലൈ കൊടുത്താൽ രണ്ടാമത്തെ കോയിൽ, അടുത്തിരിക്കുന്ന രണ്ടാമത്തെ കോയിൽ, സെക്കൻഡറി കോയിൽ, ഇതിലൊരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു നിയമപ്രകാരമാണ് നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ടും ബേസ് ട്രാൻസ്ഫോമറിന് 2 പാർട്സുകളാണുള്ളത്. ഒന്ന് കോറ്, 2 വൈൻഡിങ്. നിർമ്മിക്കുന്നത് നമ്മുടെ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചും വൈൻഡിങ് കോപ്പർ ഉപയോഗിച്ചുമാണ്. ഈ കോറിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്നത് EIL ഷേപ്പിലുള്ള സ്റ്റാമ്പിങ്ങുകളെ നേർത്ത പീസുകളാക്കി അവയെ നമ്മൾ വാർണിഷിൽ മുക്കി 1, 2, 3 പ്രാവശ്യം മുക്കി ഉണക്കി അവയെ ഹോളിട്ട് നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി ഒരു ചതുര ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ജനാല കള്ളി പോലത്തെ ഷേപ്പിലോ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണുള്ളത്. അതിലേക്ക് 2 വൈൻഡിങ്ങുകൾ 2 സൈഡുകളിലായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിന് ഗുണമെന്ന് പറയുന്നത് അതിന് ചലിക്കുന്ന പാർട്ടുകളൊന്നുമില്ല. ഒപ്പം തന്നെ ട്രാൻസ്ഫോമറിന് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഒപ്പം തന്നെ ട്രാൻസ്ഫോമറിന് വലിയ രീതിയിലുള്ള വോൾട്ടേജുകളെ കൈകാര്യം ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഈ ട്രാൻസ്ഫോമർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളാണ് ആദ്യം ട്രാൻസ്ഫോമർ എന്ന ഈ പാഠഭാഗത്തിൻ്റെ തുടക്കം എന്നോണം പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറുകൾ എത്ര രീതിയിലുണ്ട്, ഏതൊക്കെ രീതിയിൽ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ തുടക്കം ഈ പറഞ്ഞ കാര്യങ്ങൾ, കണ്ട ചിത്രങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരസ്പരം ചർച്ചയിലൂടെയും ഒരു സംവാദ രൂപത്തിലും ഒക്കെ നമുക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെൻറ് തോമസ് ITI കാഞ്ഞിരപ്പുഴയുടെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഈ കൊറോണ കാലത്തെ അതിജീവിക്കുന്നതിനും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ട്രേഡുകളുടെയും അധ്യാപകർ
ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകർ സുഹൃത്തുക്കളും മറ്റ് IT-കളിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല. സെൻറ് തോമസ് IT-യുടെ ഈ യൂട്യൂബ് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. നന്ദി.